ready. ഇനി നമ്മളുടെ കൂടെയുള്ളത് ഷെഫീൽഡ് യൂണിറ്റിന്റെ ട്രഷററും ഞങ്ങളുടെ സ്വന്തം സ്റ്റാൻലി ചേട്ടനുമാണ്. സ്റ്റാൻലി ചേട്ടനോട് ചോദിക്കട്ടെ, എനിക്ക് അറിയുന്നിടത്തോളം നമ്മൾ സമീക്ഷ ഷെഫീൽഡിനെ കുറിച്ചാണ് എനിക്ക് കൂടുതൽ അറിയുന്നത്, കാരണം ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ അറിയുന്നതുകൊണ്ട്. അപ്പം എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇതിന്റെ പുറകിൽ ഈ ടൂർണമെന്റിന്റെ കാര്യമായിട്ട് ഷെഫീൽഡ് യൂണിറ്റിൽ ചെയ്തിട്ടുള്ളത്? പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞാൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ വളരെയധികം നടത്തിയിട്ടുണ്ട്. കോവിഡ് മുമ്പും കോവിഡ് കഴിഞ്ഞിട്ടും കേരളത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടും കേരളത്തിലെ വെള്ളപ്പൊക്ക പ്രളയ സപ്പോർട്ടുകളും, പിന്നെ കോവിഡ് സമയത്തുള്ള പ്രശ്നങ്ങൾ വന്നല്ലോ, സ്കൂളുകൾ അടച്ച സമയത്തും TV നൽകിയും അങ്ങനെ പല പിന്നെ പലർക്കും ചാരിറ്റി പ്രവർത്തനങ്ങൾ, സാധാരണ ട്രീറ്റ്മെൻറ്റിൻ്റെയും വീടില്ലാത്തവരെ സഹായിച്ചും, UK വന്ന സ്റ്റുഡൻറ്റുകളെ, വിദേശ കേരളത്തിൽ നിന്ന് വന്ന പല സ്റ്റുഡൻറ്റുകളും അവരുടെ അവസ്ഥ ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. അക്കോമഡേഷൻ ഇല്ലാതെ പ്രശ്നമുണ്ട്, ഭക്ഷണത്തിൻ്റെ പ്രശ്നങ്ങൾ, ഫീസിൻ്റെ, അങ്ങനെ അവരെയും നേരിട്ട് തന്നെ സമീക്ഷ UK ഇടപെട്ട് പല സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്പോർട്സ് രൂപത്തിലും ഇപ്പം 3ാമത്തെ നാഷണൽ ടൂർണമെൻ്റ് ആയത്, റീജിയണൽ ടൂർണമെൻറ്റ് കഴിഞ്ഞ ശേഷം നാഷണൽ ടൂർണമെൻറ്റ് നടക്കുന്നു. അങ്ങനെ നല്ല മികച്ച ജനകീയ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. ഇത്രയും നമ്മൾ കേട്ടതെല്ലാം ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങളെ കുറിച്ചിട്ടും അവരുടെ വേർഷനെ കുറിച്ചിട്ടുമാണ്. അപ്പൊ താങ്കൾ ഇത് കാണാൻ വന്ന ഇവിടുത്തെ ഒരുവിധം ആൾക്കാർക്കൊക്കെ പരിചിതമായ ഒരു മുഖമാണ് ചാരിറ്റി പ്രവർത്തന മേഖലകളിലും ഒക്കെ. അപ്പൊ അജിത്തേട്ടൻ എന്താണ് പറയാനുള്ളത്? വർഷങ്ങളായിട്ട് ഇവിടെ നമ്മുടെ ഈ ഒരു ഇംഗ്ലീഷ് സ്പോർട്സിൽ ഇതുപോലുള്ള ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റുകൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇക്കുറി നല്ലൊരു പാർട്ടിസിപ്പേഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഒരിക്കലും ഇത്രയും ആളുകളെ ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചിട്ടില്ല. കാര്യം ഇത് 3ാമത്തെ നാഷണൽ ലെവലാണെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവനൊരു നാഷണൽ ലെവലിൽ നിന്നുള്ള കൺസെപ്റ്റിൽ തന്നെ ഇവിടെ റീജിയണൽ ലെവലിൽ സമീക്ഷയുടെ ഇതിൽ ചെന്നിട്ടുണ്ട്, അന്നും പാർട്ടിസിപ്പേഷൻ. പക്ഷേ നാഷണൽ ലെവൽ ഇത്രയും ആളുകളും ഈ ഒരു ക്വാളിറ്റി ഈ ഒരു ബാഡ്മിൻ്റൺ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സോഫാർ നല്ലൊരു അത് തന്നെയല്ല ഓർഗനൈസേഷൻ, കാര്യം നിങ്ങളുടെ ആ ഒരു ആളുകളുടെ ഒരു ഓർഗനൈസേഷനും എല്ലാം വളരെ നല്ല ക്വാളിറ്റി ബേസ്ഡാണ്. അതിന് സ്പെഷ്യൽ അപ്രീസിയേഷൻ ഉണ്ട്. കാര്യം അത് മാത്രമല്ല, കാര്യം ഇവിടെ ഈ ഇപ്പം ഷെഫീൽഡിലുള്ള സമീക്ഷയുടെ ഗ്രൂപ്പ് വളരെ ചെറിയൊരു ഇതാണ്, എന്നിട്ട് പോലും അവർ ഇത്രയും വലിയൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഇത് ചെയ്യാനായിട്ട് ശ്രമിച്ചത് തന്നെ വലിയൊരു കാര്യമാണ്. കാര്യം അത്രത്തോളം ആളുകളുടെ ഒരു ഇൻസ്പിറേഷൻ അവർക്ക് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ ടീമുകൾ ഇപ്പോൾ ഇവിടെ തന്നെ ഷെഫീൽഡിൽ നിന്ന് തന്നെ ടീമുകൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും നാഷണൽ ലെവലിലുള്ള ടീമുകൾക്ക് പോലും നന്നായിട്ട് തന്നെ പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ പറ്റി. അതിന് സ്പെഷ്യൽ ഒരു കൺഗ്രാജുലേഷൻ ഇവിടുത്തെ ടീമിന് തന്നെ കൊടുക്കണം, പ്രത്യേകിച്ച് സമീക്ഷയുടെ ഷെഫീൽഡ് ഗ്രൂപ്പ്. പിന്നെ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ നാഷണലിൽ 18 റീജിയനുകളിൽ നടത്തിയ ഒരു കോമ്പറ്റീഷൻ, ഷെഫീൽഡ് ഇപ്പൊ പറഞ്ഞ മാതിരി ഒരു ചെറിയ യൂണിറ്റ് ആയിട്ട് പോലും എന്ത് കോൺഫിഡൻസ് ആണ് നമുക്കുണ്ടായിരുന്നത് ഇത് ഷെഫീൽഡിൽ കൊണ്ടുവന്ന് ഈ വെയിൽസിൽ നിന്നും നോർത്തേൺ അയർലൻഡിൽ നിന്നും ഒക്കെ ഉള്ളവർ ഇവിടെ വരും, അത് ഇവിടെ എത്തിക്കണം എന്നുള്ളൊരു കോൺഫിഡൻസ് എങ്ങനെയാണ് ഷെഫീൽഡിന് ഇത് ഏറ്റെടുക്കാൻ തോന്നിയത്? അത് എല്ലാവരുടെ ഒരു ടീം സ്പിരിറ്റ് തന്നെയാണ്, സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ് അത്. ശരിക്ക് നമുക്ക് ഫണ്ടിന്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഫണ്ട് റീജിയണൽ ടൂർണമെൻറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ഫണ്ട് ലോസ് വന്ന് മൈനസിലാണ് പോയത്. പിന്നെ പല സ്പോൺസർഷിപ്പുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് അതിൻ്റെ ബലത്തിലാണ് നമ്മൾ പിടിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Final will be in court number 3. Prasanna, Jason and Prindu and Kevin. The losers final will be in 30. Whoever comes 30 point, he will be the winner.